ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ 4ാമത്തെ ദിവസം റൂം സാൻഹോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ടീം 1-ല് TRMന്റെ ടീം, അതേണക്ക് CGE സെക്കൻഡില് IG കിഡ് ആൻഡ് ടീം, 3ാമത്തെ സ്ലോട്ട് വെലോക്സ് ആണ്. 4ാമത്തെ സ്ലോട്ടില് ലെജൻഡ് പ്രൈം വരുന്നു. ബാപ്പൂട്ടി കുഞ്ഞലി ഒക്കെ ഒരു ടീമിൽ വരുന്നു. 5ാമത്തെ സ്ലോട്ടിൽ PBZ ആൻഡ് ടീം. 6ാമത് സോറോ സാത്താം ബ്ലൈൻഡിന്റെ ടീമാണത്. 7ാമത്തത് ഈറ്റ് മൈ ബേ ഡീനു വരുന്നു. ടീം NES ഉണ്ട്. കർമ്മ 9-ല് ടീം സോറോ വരുന്നു. 10-ല് അർജു ആൻഡ് ടീം അക്കു എക്സ്റ്റോൺ അടങ്ങുന്ന ടീം. 11-ല് അശ്വിൻ CGയുടെ സെക്കൻഡ് ടീമാണത്. 11-ല് CGയുടെ സെക്കൻഡ് ടീം. 12-ല് I am റോളക്സ് മാത്രമാകുന്നു. റബ്ബർ ബോൾസ് 13-ല് ഈഗോ വിജയൻ ദാസനൊക്കെ 14ാമത്തെ സ്ലോട്ടിലുണ്ട്. എട്ടായി ആൻഡ് ടീം ഇന്ന് നമ്മളുടെ ബോസ്കോ ടീമിന് വേണ്ടി ഇറങ്ങുന്നു. DMRന്റെ സ്കൂബി ജിയൊക്കെ ഒരു ടീമിൽ. ടോൾഡ് യു അംബാൻ MR മലയാളി ഒരു ടീമിൽ ഇതാ വരുന്നു. കുണുവാവ ആൻഡ് ടീം ഐക്കില്ലർ വർഷയൊക്കെ ഒരു ടീമിൽ വരുന്നു. 21ാമത്തെ സ്ലോട്ട്. 22-ലെ ഇവോ ആൻഡ് ടീം കഴിഞ്ഞ മാച്ചിലെ വിന്നേഴ്സ്. 24-ലെ ലീഗോ വിസാഡ് ആൻഡ് ടീം വരുന്നു. CFX. ഇതാ ഫസ്റ്റ് തന്നെ സിവിലിയന്റെ ഒക്കെ തൊട്ടടുത്ത് കഴിഞ്ഞ മാച്ചില് കഴിഞ്ഞ മാച്ച് അവര് മാറിയാണ് ഇറങ്ങുന്നത്. അവരടുത്ത് തൊട്ടടുത്ത് 10ാം നമ്പർ ടീം വരുന്നു. സിവിലിയൻ ആൻഡ് ടീമിന്റെ അടുത്ത് സിവിലിയൻ ഇപ്രാവശ്യം ലൂട്ട് ചെയ്തതിന് മാത്രം ഫൈറ്റ് പോകുന്നു. 2 ടീം വരുന്നു. ഇതാ ബാപ്പുട്ടി ആൻഡ് ടീം ഉള്ളടുത്ത് ഫൈറ്റ് വരുന്നു. ബാപ്പുട്ടിയുടെ ലെജൻഡ് ഇതാ വീഴുന്നു. മൈ ഗോഡ്, 4ാം നമ്പറിൽ ഒരു പ്ലെയർ വീഴുന്നു. തൊട്ടടുത്ത് ടോക്സി ആൻഡ് ടീം. 3ാം നമ്പർ ടോക്സിയുടെ 2 IG കിഡ് തീരുന്നു. IG കിഡ് ടോക്സി ഷോർട്ട് റേഞ്ചിൽ ഫൈറ്റ് എടുക്കുന്നു. മൈ ഗോഡ്, ബാപ്പുട്ടി നോക്ക്, ലെജൻഡ് നോക്ക്. ഇതാ ടോക്സി മാത്രമാകുന്നു. IG കിഡ് വീഴുന്നു. എന്റെ മോനെ, ഇത് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഫസ്റ്റ് തന്നെ വരുന്നു. ലെജൻഡ് പ്രൈമിനെ ഫിനിഷ് ചെയ്യാൻ വരുന്നു. എല്ലാവരെയും നമ്മൾ ഫൈറ്റ് എടുക്കാൻ കാരണം ഒരു സ്ഥലത്ത് ഫൈറ്റ് നടക്കുന്ന കാരണമാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ വെലോക്സിന്റെ ടീമിന്റെ ടോക്സി ഇതാ 1 HP ഇതാ ഫൈറ്റ് കൊടുക്കുന്നു. മാനുവിന്റെ ഫൈറ്റ്. ലെജൻഡ് പ്രൈം ഇപ്പോഴും രണ്ട് മച്ച മാത്രം. എന്റെ മോനെ, ലെജൻഡ് പ്രൈമിനെ തീർക്കുന്നു. ലെജൻഡ് പ്രൈം വീഴുന്നു. മാനു 2 കില്ല്. മാനു ആണ് IG കിഡിനെയും അതേണക്കനെ ലിസോയെയും തീർക്കുന്നത്. ഇവിടെ ഇനി ടോക്സിക് ആൻഡ് LGD ചെകുത്താൻ മാത്രമാകുന്നു. LGD ചെകുത്താൻ പ്ലാനിങ് ഗെയിം. മൈ ഗോഡ്, കവർ സപ്പോർട്ട്. ഇത് വെലോക്സിന്റെ സപ്പോർട്ട് ഗെയിമിംഗ്. CG ആൻഡ് ടീം വരുന്നു. റൈസൻ 1 കില്ല്. 1 HP റൈസൻ നിൽക്കുന്നു. തൊട്ടടുത്ത് ബാൾസ് ടീമാണ്. ബാൾസ് ടീമിന്റെ ടീം തൊട്ടടുത്തുണ്ട്. വേറെ ഏതോ ഒരു 11ാമത്തെ ടീമാന്ന് തോന്നുന്നു. 11ാമത്തെ ടീമല്ല, അതെ, I am റോളക്സ് ആണ് ഇവരെ നടുക്ക് വന്നിറങ്ങി തീർന്നത്. അത് റൈസൻ ആണ് ഫിനിഷ് ചെയ്യുന്നത്. സിവിലിയൻ വെയിറ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ NESന്റെ ടീം വെയിറ്റ് ചെയ്യാണ്.
അതെ, NSന്റെ ടീം റൈറ്റിലുണ്ട്. ഓപ്പണിൽ പോയാൽ അവർക്കും അടിക്കാം. ബാൾസ് ടീമിന്റെ ഗോൾഡൻ ബാൾ ലെഫ്റ്റിലൂടെ ഫ്ലാങ്ക് ചെയ്യാനുള്ള ശ്രമം. ഓ മൈ ഗോഡ്, ഇവിടെ റൈസിന് ഫൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഹീൽ ചെയ്യാനായിട്ട് കയ്യിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. റൈസിന്റെ കയ്യിലൊന്നുമില്ല ഹീൽ ചെയ്യാൻ. അത് തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റൈസിന് ഫൈറ്റ് എടുക്കാൻ ഇറങ്ങാൻ പറ്റുന്നുമില്ല. ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ സ്നാക്സ് നിൽക്കുന്നു. ഹെൽമെറ്റ് ഇല്ല, കയ്യിൽ M4 ഉണ്ട്. M7 ആയി റൈസൻ വെയിറ്റ് ചെയ്യുന്നു. ഓ, ഡബർ ബോളിൽ വീഴ്ത്തുന്നു സിവിലിയൻ. എന്റെ മോനെ, ബോൾസിൽ ഡബർ ബോൾ വീഴുന്നു. റൈസൻ ഫൈറ്റ് എടുക്കുന്നില്ല, ബാക്ക് ഇറങ്ങി വെയിറ്റ് ചെയ്യുന്നു. എന്നാ സിവിലിയൻ കയറി വരുന്നു. ഓ, ഇതാ ബാൾസ് ടീമിന്റെ രണ്ടാമത്തെ പ്ലെയറും വീഴുന്നു. തൊട്ടടുത്ത് തന്നെ ഓ റിവൈവ് വീഴുന്നു. സിവിലിയനെ വീഴ്ത്തുന്നു. ഗോൾഡൻ ബോൾ സിവിലിയനെ തീർക്കുന്നു. റൈസൻ വീഴുന്നു. തൊട്ടടുത്ത സ്നാക്സ് ഉണ്ട്. സ്നാക്സ് ഫൈറ്റിലേക്ക് കയറുന്നു. സ്നാക്സ് ഫിനിഷ് ചെയ്യുന്നു. ഇവിടെ സിവിലിയനും റൈസനും തീരുന്നു. സപ്പോർട്ട് ഇല്ലാതെ സിവിലിയൻ കയറി സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വീഴുന്നു. ഇതാ തൊട്ടടുത്ത് NS ടീം വന്നു കഴിഞ്ഞു. NS തുടരെ ഫൈറ്റ് വരുന്നു. എന്റെ മോനെ, ഇത് ഫൈറ്റ്. നിക്കിനെ റിവൈവ് ചെയ്തു. നിക്ക് തൊട്ടടുത്ത് NSന്റെ സോറോ ഉണ്ട്. സോറോ ബാബ ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. ബാബ സ്നാക്സ് കവർ എടുത്ത് കളിക്കുന്നു. സ്നാക്സിന് ഹെൽമെറ്റ് ഇല്ലാത്ത കാരണം പുഷ് എടുക്കാൻ പറ്റുന്നില്ല. സ്നാക്സിന്റെ മോളിയില്ല, നീഡില്ല, ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല. എന്നാൽ ഇവർ ലൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യുകയാണ്. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. അതെ, ബാബ ബാക്കി വന്നു കഴിഞ്ഞു. 8ാമത്തെ ടീം. അതെ, ബാബ സോറോ, നിയോൺ വെനം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതെ, വെനം ഫൈറ്റ് എടുക്കാൻ വെനത്തെ അടിച്ചിടുന്നു. CG പ്ലെയർ ഇതാ വെനത്തെ. ഓപ്പണില് ഇതാ രണ്ടാമത്തെ പ്ലെയർ CG നിക്ക്. ഇവിടെ 3 നോക്ക്. എന്റെ മോനെ, അടുത്ത ടീം വരുന്നു. ഇത് ബൂട്ട് ക്യാമ്പ്. ബൂട്ട് ക്യാമ്പിലല്ല, ക്യാമ്പ് ചാർലിയിൽ ആണ് ഇവിടെ ഫൈറ്റ് വരുന്നത്. നിക്ക് ഒരു ടീമിനെ ഫിനിഷ് ചെയ്യുന്നു. ഇത് നിക്കിന്റെ ഫസ്റ്റ് ഷോ ആണ്. ഷോ തുടങ്ങിയിരിക്കുന്നു. നിക്ക് അടുത്ത ടീം ഐക്കില്ലർ വർഷ ടീം അടുത്ത ഫൈറ്റിന് വേണ്ടി വന്നു കഴിഞ്ഞു. കവർ എടുത്ത് വെയിറ്റ് ചെയ്യുന്നു. ഐക്കില്ലർ വർഷ, കുണുവാവ നല്ല ഫൈറ്റ് എടുക്കാൻ വേണ്ടി നല്ല വെയിറ്റ് ചെയ്യുന്നു. സ്പോട്ട് ചെയ്തിട്ടില്ല, നിക്കിനെ സ്പോട്ട് ചെയ്തിട്ടില്ല കുണുവാവ ടീം. KL60 ഐക്കില്ലർ വർഷ നിക്കിനെ തെരഞ്ഞു നടക്കുവാണ്. വൈപ്പർ ലോങ്ങിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കാനുള്ള ശ്രമം. വൈപ്പർ ഒരുപക്ഷെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഐക്കില്ലർ വർഷ വെയിറ്റ് ചെയ്യുന്നു. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ S12K 140 ബുള്ളറ്റുമായിട്ട് MG3 കയ്യിലിരിപ്പുണ്ട്. വൈപ്പർ ലോങ്ങിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നു. നിക്ക് മൂവ്മെന്റ് കൊടുക്കുന്നില്ല. നിക്കും വെയിറ്റ് ചെയ്യാണ് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനായിട്ട്. നിക്കിന്റെ തോംസൺ ആൻഡ്
ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്ന ഗൺസ് ആണ് കയ്യിലിരിക്കുന്നത്. നിക്കിനെ വളഞ്ഞ്, അതെ, നിക്കിനെ വളയാനുള്ള ശ്രമം. കുണുവാവ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ കുണുവാവയുണ്ട്. ലോങ്ങിൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് വൈപ്പർ. ടോക്സി നമ്പർ 3 ടോക്സി. ഇവിടെ PBZന്റെ ടീം വരുന്നു. PBZന്റെ ഗ്രൂട്ട് ആൻഡ് ടീം വെയിറ്റ് ചെയ്യുന്നു. ഗ്രൂട്ട് തീരുന്നു. PBZന്റെ ഗ്രൂട്ടിനെ ഫിനിഷ് ചെയ്തു കേട്ടോ. PBZന്റെ ടീമിന്റെ അടുത്ത് ആളുണ്ടോ? ഇല്ല, അവര് സേഫിലാണ്. ഗ്രൂട്ട് എനിക്ക് ഒന്ന് മാറി ഇറങ്ങിയതായിരിക്കണം. സോറോ ആൻഡ് ടീം വരുന്നു. സാത്താൻ ബ്ലൈൻഡിന്റെ ടീം വരുന്നു. സാത്താൻ ബ്ലൈൻഡിന്റെ ടീം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആക്കിയത് കൊണ്ടാവണം അവർ ഫൈറ്റ് എടുക്കാന്നുള്ള ഒരു രീതിയിൽ കറങ്ങി നടപ്പുണ്ട്. സോണിൽ തന്നെയാണ്. എക്സ്റ്റോൺ ആൻഡ് ടീം വരുമ്പോൾ ബൂട്ട് ക്യാമ്പിലാണ് എക്സ്റ്റോൺ ആൻഡ് ടീം വരുന്നത്. അതെ, ഓഹോ, എക്സ്റ്റോണിന്റെ ടീമിനെ വീഴ്ത്തുന്നു. ദീനു വീഴുന്നു. തൊട്ടടുത്ത് ടോക്സി ആൻഡ് ടീം വരുന്നു. നോക്കിട്ടൊന്നെ പുഷ് എടുക്കുവാണ്. എന്നാൽ ദീനുവിനെ റിവൈവ് ചെയ്യുന്നു. ഈറ്റ് മൈ ബേ. ടോക്സിക്കെതിരെ ദീനുവിന്റെ നീഡ് വരുന്നു. ഓപ്പൺ ലോഡായിരിക്കുക. ചെകുത്താൻ വെയിറ്റ് ചെയ്യുന്നു. LGD ചെകുത്താന്റെ മോളി ഈറ്റ് മൈ ബേയുടെ നേർക്ക് വരുന്നു. ഇല്ല, അങ്ങുവരെ പോയില്ല. സേഫ് ആണ്. TRMന്റെ ടീം ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈഗോ ആൻഡ് ടീം ഈഗോ, ദാസൻ വിജയൻ വെയിറ്റ് ചെയ്യുന്നു. ടോൾഡ് യു അംബാന്റെ കോമ്പിനേഷനുള്ള ഫൈറ്റ് ഇവിടെ കാണണമായിരുന്നു. അവർ ഫൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. ഓ മൈ ഗോഡ്, ഇവിടെ ടോക്സിയൊക്കെ ബാക്ക് ഇറങ്ങുന്നു. ഈറ്റ് മൈ ബേ റൈറ്റ് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യാനുള്ള ശ്രമം. അവര് പോയതാണോ? അതെ, ദീനുമൊക്കെ ഇവിടുന്ന് മാറിയതാണെന്ന് തോന്നുന്നു കേട്ടോ. 10ാമത്തെ ടീമായിരുന്നു 9ാം ടീം. ഈറ്റ് മൈ ബേ. അതെ, അവര് ഫൈറ്റ് എടുക്കാൻ മുതിരുന്നില്ല. വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അവര് ബാക്ക് ഇറങ്ങുന്നു. CGയുടെ സെക്കൻഡ് ടീം വെയിറ്റ് ചെയ്യുന്നു. M4 DBSും കയ്യിലുണ്ട്. ഓഹോ, നിക്കിനെ തീർക്കുന്നു. ഇവിടെ കുണുവാവയല്ല, ഐക്കില്ലർ വർഷം നോക്കാവുന്നു. ഐക്കില്ലർ വർഷനെ അടിച്ചിട്ടപ്പോൾ രക്ഷകനായി വരുന്നു. ഐക്കില്ലർ വർഷനല്ല, KL16 ഞാൻ തോന്നുന്നു അടിച്ചിട്ട്. ഐക്കില്ലർ വർഷ ഫൈറ്റ് എടുക്കുന്നു. സോറി, ഞാൻ ഫൈറ്റിലേക്ക് കറക്റ്റ് വന്നതേ ഉള്ളായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ടീമിലെ വിന്നേഴ്സിനെ നോക്കിയാണെങ്കിൽ അവര് സാവധാനം കളിക്കുന്ന ടീമാണ്. കൂടുതൽ ഫൈറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇവോ 3 കില്ല് എടുത്തിരുന്നു. 8 ടീമിനായിട്ടായിരുന്നു അവർ ഫൈറ്റ് എന്ന് തോന്നുന്നു. അംബാൻ ടോൾഡ് യു നോക്ക് ഇവിടെ. ടീം നമ്പർ 24
ടീം നമ്പർ 24ന്റെ ഒരു പ്ലെയർ ഇവിടെ നോക്കാകുന്നു. അതേ റിവൈവ് ചെയ്യാണ്. അമ്പ ഫൈറ്റിലേക്ക് വരുന്നു. അമ്പ കയറാനുള്ള സ്പൈഡിനെ നോക്ക്. അമ്പാന്റെ നേരെ ഫയർ വരുന്നു. മിസ്സാണ്. ഓഹോ അംബാൻ ഈസ് ബാക്ക്. ഇതാ അംബാന് സപ്പോർട്ട് ചെയ്തു എംആർ മലയാളി സപ്പോർട്ട് കൊടുക്കുന്നു. ഇതാ ടോൾഡ്യൂനെ റിവൈവ് ചെയ്യുന്നു. ടോൾഡ്യൂ ഈസ് ബാക്ക്. TRMന്റെ പ്ലേയേഴ്സിന് നോക്കണം. ഇവിടെ 2 കില്ല്. മോക്സി 2 കില്ല് എടുക്കുന്നു. സോറോ 1 കില്ല്. ഓഹോ സാത്താൻ ആൻഡ് ടീം ഇവിടെ സാത്താൻ മാത്രമാകുന്നു. ഓപ്പണിൽ നിൽക്കുന്ന പ്ലെയറിനെ സാത്താൻ അടിക്കുന്നില്ല. സാത്താൻ വെയിറ്റ് ചെയ്യുന്നു. നോ ഫൈറ്റ്. സാത്താന്റെ മിക്കിയെ സോറോയെയും തീർത്തിരിക്കുന്നു. സാത്താൻ ബാക്കറിങ് വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. CGയുടെ സെക്കൻഡ് ടീം വരുന്നു. റൈറ്റ് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യാനുള്ള ശ്രമം. അതെ, റൈറ്റ് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യുന്നു. സാത്താൻ അവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. അവര് വെയിറ്റ് ചെയ്യുന്നു. അതെ, അവരും വെയിറ്റ് ചെയ്യണം. അവരടിച്ചു വിളിക്കുന്നുണ്ട് സാത്താനെ. അശ്വിൻ അടിച്ചു വിളിക്കുന്നു. സാത്താൻ ബ്ലൈൻഡ് 1 man ഷോ നടത്തുമോ ഇല്ലയോ? സാത്താൻ ബ്ലൈൻഡ് നെറ്റ് വളരെയധികം ശോകമാണ് എന്നാണ് പറഞ്ഞത്. സാത്താൻ ബ്ലൈൻഡിന്റെ ഓപ്പോസിറ്റ് അടുത്ത ടീം വരുന്നു. സാത്താൻ ബ്ലൈൻഡ് പോയി സേഫായി കിടന്നത് അടുത്ത ടീമിന്റെ അടുത്താണ്. അതും കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് അടിച്ച ടീമാണ്. അവർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സാത്താൻ ബ്ലൈൻഡിനെ ഓഹോ ഇവിടെ ദാസൻ വീഴുന്നു. ഈറ്റ് മൈ ബേഡ് ദാസൻ വീഴുന്നു. ഇവോസ് ആണ് 777 ദാസനെ അടിച്ചിടുന്നു. ദാസൻ നോക്ക്. അവിടെ ആരോ റിവൈവ് ചെയ്യുന്നു. തൊട്ടടുത്ത് അംബാൻ ആൻഡ് ടീം വരുന്നു. ഇതാ ഈറ്റ് മൈ ബേ. അവര് സാൻഡ്വിച്ച് മോഡലിൽ നിൽക്കുവാണ്. തൊട്ടടുത്ത് അംബാൻ ആൻഡ് ടീം വരുന്നു. തൊട്ട് ബാക്കിൽ ഇവോ ആൻഡ് ടീം വരുന്നു. അതെ, ദാസന് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലാം അടി. എന്റെ മോനെ ദാസൻ നോക്ക്. അമ്പാൻ തൊട്ടടുത്തുണ്ട്. ആരൊക്കെയോ അടിക്കുന്നത്. MR മലയാളി ദാസനെ അടിച്ചിടുന്നു. ആരോനെ ഫിനിഷ് ചെയ്തായിരുന്നു. ചൈന നെയ്മിട്ട പേരാണ്. ഇങ്ങനെ പേരിട്ടുണ്ടോന്ന്. അംബാനെ ടോൾഡ്യൂ അടിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ. ഇവയ്ക്ക് നേരെ നീട് വരുന്നു. ഓഹോ അതെ, സെക്കൻഡ് നീഡ് വരുന്നു. ഇവോലിറ്റ്. ഇതാ 3ാമത്തെ നീഡ് വരുന്നു. എന്റെ മോനെ ഇവോ 1 HP. RDF നോക്കാവുന്നു. ടോൾഡ്യൂ ലിറ്റാവുന്നു. ഇതാ 2 പ്ലേയേഴ്സ് നോക്ക്. ഇവോ വീണ്ടും ഇവോയെ നീഡിൽ തീർക്കുന്നു. അംബാൻ ഈസ് ബാക്ക്. MR മലയാളി 3 കില്ല്. MR മലയാളി നല്ല സപ്പോർട്ട് കൊടുക്കുന്നു ടീമിന്. ഓഹോ അതെ, ഇവിടെ RDF വീണ്ടും നോക്കാവുന്നു. ചൈന നെയിമുള്ള ആള് മാത്രം ബാക്കിയാവുന്നു. എന്നാൽ റിവൈവ് ചെയ്യാൻ പോകുന്നില്ല. ഒറ്റ പ്ലെയർ മാത്രമാകുന്നു.
ബഗ്ഗിയുമായി രക്ഷപ്പെടാനുള്ള ശ്രമം. അതെ, രക്ഷപ്പെടുകയാണ്. ചെല്ലുന്നത് ഐക്കില്ലർ വർഷ ടീമിന്റെ അടുത്തേക്ക്. തൊട്ടടുത്ത് TRM ഉണ്ട്. ഐക്കില്ലർ വർഷ ഫിനിഷ് ചെയ്യുന്നു. TRMന്റെ ടീം വരുന്നു ഐക്കില്ലർ വർഷ ടീമിന്റെ അടുത്തേക്ക്. കണ്ടിന്യൂസ് ഫൈറ്റ്. ഒരു ടീമിനെ തീർക്കുമ്പോൾ അടുത്ത ടീം അവിടെ ഫൈറ്റ് എടുക്കാൻ വരുന്നു. തൊട്ട് താഴെ ദീനു ഉണ്ട്. അതെ, ദീനു തന്നെ തീർക്കുന്നു. ടോക്സിക് മാത്രം ബാക്കി. ടോക്സിക് സോൺ ഔട്ട് ആണ്. ടോക്സിക് സോൺ ഔട്ട് ആകുന്നു. TRMന്റെ പ്ലേയേഴ്സ് വരുന്നു. ഐക്കില്ലർ വർഷയുടെ അടുത്ത് ടീമിന്റെ അടുത്തേക്കാണ് സപ്പോർട്ട് കൊടുക്കാൻ. ട്രൈ ഔട്ടിന് സപ്പോർട്ട് കൊടുക്കാനും സോറോയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനും വരുന്നു ടീം ഡെവിള്. TRM ഡെവിളിന്റെ അടുത്ത് അംബാനാൻ ടീമുണ്ട്. അവർ ഒരു പ്ലെയർ മാത്രമായിട്ട് ഒരു പ്ലെയർ ഒരു ടീമിനെയും ബാക്കി 3 ടീമും ഇവര് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കുന്നു. ഇപ്പം ടീം കോർഡിനേഷൻ ഇല്ല. അതിവരെ വീഴ്ത്താൻ സാധ്യതയുണ്ട്. TRM ടീം കോർഡിനേഷൻ ഇല്ലാതെ കളിക്കുന്നു. ടോൾഡ് യു തൊട്ടടുത്ത് വരുന്നു. അതെ, ഡെവിളിന്റെ അടുത്താണ് വന്ന് കുത്തിയിരിക്കുന്നത്. വണ്ടി കുത്തി. ടോൾഡ് യു അമ്പാൻ അതെ മോളി വരുന്നു. ഡെവിളിനെ മോളിയിൽ വീഴ്ത്തുന്നു. അതെ, MR മലയാളി ലിറ്റ്. MR മലയാളി ഫിനിഷ് ചെയ്യുന്നു. ഐക്കില്ലർ വർഷ ടീം വരുന്നു. ഐക്കില്ലർ വർഷ അതെ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ടീം. TRMന്റെ സോറോ വീഴുന്നു. വൈപ്പർ വരുന്നു. വൈപ്പറും KL-16 അവരെ ലീഡ് ചെയ്യുന്നു. അമ്പാൻ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം. അമ്പാൻ 1 HP. ഓ മൈ ഗോഡ്. TRMന്റെ മോക്സി വരുന്നു. TRMന്റെ മോക്സി വരുന്നു. നീഡ് അത് റിവൈവ് ചെയ്യാനുള്ള ശ്രമമാണ്. സോറോയെ റിവൈവ് ചെയ്യുന്നു. TRMന്റെ ട്രൈ ഔട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല കവർ സപ്പോർട്ട് കൊടുക്കുന്നു. ഓ മൈ ഗോഡ്. ഇതാ MR മലയാളി ട്രൈ ഔട്ടിനെ അടിച്ചിടുന്നു. MR മലയാളി ട്രൈ ഔട്ട്. 2 പ്ലേയേഴ്സ് നോക്കാവുന്നു TRMന്റെ. ഞാൻ പറഞ്ഞിരുന്നു PBZ ടീം വരുന്നു. PBZന്റെ മുസാൻ നോക്കാവുന്നു. PBZന്റെ ഫാൽക്കൺ വെയിറ്റ് ചെയ്യുന്നു. ഈറ്റ് മൈ ബേ ട്രൈ ഔട്ടിനെ ഫിനിഷ് ചെയ്യുന്നു. ഇതാ TRM പ്ലേയേഴ്സ് തീരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു. എക്സ്റ്റോണെ വീഴ്ത്തുന്നു. ഫാൽക്കൺ എസ്റ്റോണെ തീർക്കുന്നു. ടോൾഡ് യു വരുന്നു. ടോൾഡിയുടെ തൊട്ട് താഴെ ഐക്കില്ലർ വർഷമുണ്ട്. വൈപ്പർ അടിച്ചിടുന്നു. ടോൾഡിയുവിനെ ഫിനിഷ് ചെയ്തു. ഇവിടെ അമ്പാൻ 1 HP പോലും ഇല്ല. അമ്പാൻ തീർന്നു. അമ്പാൻ നോക്ക്. ജസ്റ്റ് മിസ്. ലൈഫ് അടിക്കാൻ പറ്റാതെ വരുന്നു. MR മലയാളി ഇവിടെ ഫിനിഷ്. ഇതാ പ്രതികാരം ഇടുന്നു. കുണുവാവ വൈറ്റിനെ അടിച്ചിടുന്നു. ഐക്കില്ലർ വർഷ ടോൾഡ് യു ആൻഡ് ടീമിനെ വൈപ്പ് ചെയ്യുന്നു. ടീം ഐക്കില്ലർ വർഷ 21, വൈപ്പർ 1 കില്ല്, ഐക്കില്ലർ വർഷ 3 കില്ല്, കുണുവാവ 1 കില്ല്. ഓ മൈ ഗോഡ്. ഇത് ഫൈറ്റ്. ഇവിടെ PBZന്റെ ഫാൽക്കന്റെ തൊട്ടടുത്ത് തന്നെ CG സെക്കൻഡ് ടീമുണ്ട്. അത് നീട് വരുന്നത് സാത്താൻ അവിടേക്കാണ് വരുന്നത്. സാത്താൻ വെയിറ്റ് ചെയ്യുന്നു. സാത്താൻ കില്ലൊന്നും എടുത്തിട്ടില്ല. എന്നാൽ നല്ല വെയിറ്റ് ചെയ്യാനുള്ള ശ്രമം. PBZന്റെ ഫാൽക്കന്റെ അടുത്ത് സാത്താനുണ്ട്. അതെ, സാത്താനെ ഫിനിഷ് ചെയ്യുന്നു. സാത്താൻ ബ്ലൈൻഡ് ടീമിനെ ഫിനിഷ് ചെയ്യുന്നു. ഇതാ CG ഫാൽക്കനെ നോക്കി വരുന്നു. ഓഹോ, ഇതാ CGയുടെ പ്ലെയറിന് ലിറ്റ് ബാക്കിറങ്ങാനുള്ള ശ്രമം നടക്കുന്നില്ല.
ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്നു. ഇതാണ് ടീം പ്ലേ. 2 പേരായിട്ട് ടീം പ്ലേ കളിക്കുന്നു. എന്നാൽ തൊട്ട് ബാക്കിൽ നിന്ന് വേണ്ടി കുണുവാവ കിട്ടുന്നില്ല. അവർ കവർ. ഓഹോ, ഇതാ 1 HP 2 പ്ലേയേഴ്സ്. ഇതാ അടിച്ചിരുന്നു വൈപ്പറിന്റെ പ്ലേ. വൈപ്പർ 2 പ്ലെയറിനെ. ദീനു ഇതാ CGയുടെ ഒരു പ്ലെയറിനെ അടിച്ചിരുന്നു. CG ടീം വീണ്ടും ഫിനിഷ് ആവുന്നു. കുണുവാവ ടീം ഈറ്റ് മൈ ബേ മാത്രമാകുന്നു. വൈപ്പർ ഷോർട്ട് റേഞ്ച് പുഷ് ചെയ്യുന്നു. ഇല്ല, നീഡ് ഇപ്പുറത്താണ് വീഴേണ്ടത്. ഓഹോ, 1 HP ഈറ്റ് മൈ ബേ ഇവിടെ തീരുന്നു. ടീം കുണുവാവ ഇവിടെ കപ്പടിക്കുന്നു. ലാസ്റ്റ് അടിക്കുന്നത് കുണുവാവ ടീം. 1 കില്ല് കുണുവാവ. KL60 0 കില്ല്. വൈപ്പർ KL60 നല്ല ഫൈറ്റ് കൊടുത്തിരുന്നു. വൈപ്പർ 3 കില്ല്. ഐക്കില്ലർ വർഷ 3 കില്ല്. ഇവിടെ ദീനു 1 കില്ല്. ഈറ്റ് മൈ ബേ 3 കില്ല്. ടീം എക്സ്റ്റോൺസ് 2 കില്ല്. CGയുടെ സെക്കൻഡ് ടീമായ അശ്വിനും സ്റ്റെയിനക്സും 2 കില്ല്. സൈനക്സ് 1 കില്ല്. PBSന്റെ ടീമിന്റെ ഫാൽക്കൻ 1 കില്ല്. ബാക്കി എല്ലാവരും 0 കില്ലാണ്. അവർ 4 സ്ഥാനത്ത്. ബ്ലൈൻഡ് ടീം ഒരു നല്ലൊരു ഫൈറ്റ് എടുക്കുന്നില്ല. അവർ വെയിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ വീണ്ടും വീഴുന്നു. എന്നാൽ അംബാനാൻ ടീമിന് ഇന്ന് നല്ല സപ്പോർട്ട് കൊടുത്തത് നമ്മളുടെ MR മലയാളിയാണ്. MR മലയാളി ടോൾഡ് യു 4 കില്ല്. അംബാൻ 3 കില്ല്. മലയാളി 6 കില്ല്. അതിന് TRMന്റെ പ്ലേയേഴ്സ് ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്പ്ലിറ്റായി പോകുന്നു. 4 സൈഡിലായി പോകുന്നു. 4 സൈഡിലും ഫൈറ്റിൽ തീരുന്നു. ഡെവിള് 0, ട്രയോട്ട് 0, ഡോറോ 2, മോക്സ് 2 കില്ല്. IG കിഡ് വെലോക്സിന്റെ ടീമാണ്. IG കിഡ് 1 കില്ല്. LGD ചെകുത്താൻ 1 കില്ല്. ലിസോ 0 കില്ല്. ടോക്സിക് 3 കില്ല്. അതെനക്കിനെ ചൈനീസ് നെയിമുള്ള ആൾ. ഇത് ഇങ്ങനെ പേരിട്ട് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. 1 ഫിനിഷ്. ടോക്സിക് RDF 0. ഇവോ നല്ല ഫൈറ്റ് കൊടുക്കാനുള്ള ശ്രമം. കഴിഞ്ഞ മാച്ചിലും ഇവോ തന്നെയായിരുന്നു. 4 കില്ല് ഇവോ. അത് കണക്കാണ് ഡിമോൺസ് RDF 1 കില്ല്. GG ബ്രോ നമ്മളിന്ന് ഇറ്റാച്ചി ടീം. ഇറ്റാച്ചിയാണ്, യൂട്യൂബറാണ്. ആളിന്ന് ഓടില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ആള് ഒറ്റയ്ക്ക് ഫൈറ്റിന് വന്നിരുന്നു. 1 ഫിനിഷ് എടുത്തു. നൈസ് ബ്രോ. പിന്നെ ഈഗോ ആൻഡ് ടീമിന്റെ വിജയൻ ദാസൻ. ഇവർക്ക് ഈ പ്രാവശ്യം കില്ലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ദാസൻ കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല പ്ലെയർ ആയിരുന്നു. ദാസനും വിജയനും നല്ല കോമ്പിനേഷൻ. എന്നാൽ അവർക്ക് ഫൈറ്റ് എടുത്ത് കില്ലൊന്നും കിട്ടുന്നില്ല. സ്പൈഡി ആൻഡ് ടീം വിസാർഡ് 1 കില്ല്. സ്പൈഡി 2 കില്ല്. സ്പൈറോ 1 കില്ല് വരുന്നു. CGയുടെ സിവിലിയൻ 2 കില്ല്. ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്ന സിവിലിയൻ ആൻഡ് ടീമാണ്. ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്നു. ഇന്ന് സ്നാക്സിന് ലൂട്ട് പോലും ഇല്ലാതെ സ്നാക്സ് ഇന്നലത്തെ CGനെ കണക്ക് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. എന്നാൽ നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റി. വീഴുന്നു. നിക്ക് ഒരു ടീമിനെ തന്നെ വൈപ്പ് ചെയ്തിരുന്നു. നൈസ് പ്ലേ. റൈസൻ സപ്പോർട്ട് കൊടുക്കാൻ നോക്കി. 1 കില്ല്. അർജു ആൻഡ് ടീം കില്ലൊന്നും എടുക്കുന്നില്ല. ടീം സോറോ കില്ലൊന്നും എടുക്കുന്നില്ല. എടൈ ആൻഡ് കോഫി ഇതാ നമ്മളുടെ ബോസ്കോ ഗെയിമിങ്ങിന് വേണ്ടി ഇറങ്ങിയ ടീം. എടൈ ആൻഡ് ടീം. എടൈ 1 കില്ല്. ഹൻസൽ 1 കില്ല്. NESന്റെ നിയോൺ 1 കില്ല്. ബാബ 1 കില്ല് എടുത്തിരിക്കുന്നു. DMRന്റെ ടീം പ്ലേയേഴ്സ് 1 കില്ല് മാത്രമാണ് എടുത്തേക്കുന്നത്. DMR ഹൾക്ക് മാത്രമാണ്.
റബ്ബർ ബോൾ ആൻഡ് ടീം വരുന്നു. റബ്ബർ ബോളിലെ ഗോൾഡൻ ബോൾ 2 കില്ല്. ആദ്യത്തെ ഫൈറ്റ് അവർ തന്നെ ആയിരുന്നു. ബാപ്പോട്ടി ആൻഡ് ടീം ഇതിനകത്ത് ഗോട്ട് മാനു 2 കില്ല് എടുത്തിരിക്കുന്നു. ആൻഡ് റോളക്സ് 2 CG ടീമിന്റെ റബ്ബർ ബോളിന്റെ ഇടയ്ക്കായി പോകുന്നു. റോളക്സ് 0 കില്ലും. ഓക്കെ ഗായ്സ്, എല്ലാവരും നല്ല ഫൈറ്റിങ്ങിലായിരുന്നു. നല്ല ഫൈറ്റുകൾ കാണാൻ പറ്റി. കൺഗ്രാറ്റ്സ് ഐക്യല വർഷ ആൻഡ് ടീം, കുണുവാവ, വൈപ്പർ, KL60. ഓക്കെ, ഗുഡ് നൈറ്റ്. സൈനിങ് ഔട്ട്. നെക്സ്റ്റ് ലൈവിൽ കാണാം. ബൈ.